ജാസ്മിൻ തൻ്റെ വാപ്പ വന്നപ്പോൾ ഗബ്രി നിന്റെ മാല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗബ്രി പറഞ്ഞു, ആ കണ്ടു, സാരമില്ല ജാസ്മിനെ, അത് അവർ നല്ലതിന് വേണ്ടി ചെയ്തതാണ്, നിനക്ക് വേണ്ടി എല്ലാവരും ചെയ്യുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്കൂ, നിന്നെ സ്നേഹിക്കുന്നവർ നിനക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം നന്മയ്ക്കാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അതല്ല, അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ വാ തോരാതെ സംസാരിക്കുമായിരുന്നു. ഗബ്രി പക്ഷേ കുറച്ചൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് മിണ്ടിയത്. സ്നേഹത്തിന് ഒരു കുറവില്ല, പക്ഷെ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഗബ്രി മിണ്ടിയത്. പക്ഷെ ജാസ്മിൻ ആണെങ്കിൽ ഇത്രയും നാളും കാണാതിരുന്നതിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതുപോലെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഗബ്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നീ പുറത്തിറങ്ങിയുമ്പോൾ നിന്നെ കാത്തൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ജാസ്മിന് വലിയ എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ ഇനി ഗബ്രി, ചിലർ പറഞ്ഞ പോലെ ഇനി ഗബ്രി ജാസ്മിനെ കെട്ടാൻ പോവാണോ, അങ്ങനെയൊന്നും നമുക്കറിയില്ല. എന്തോ ഒരു വലിയ സർപ്രൈസ്, എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഗബ്രി പറഞ്ഞത്. ഒന്നെങ്കിൽ ഒരു സിനിമ ഓഡീഷൻ നേരത്തെ ഹൗസിൽ നടന്നല്ലോ, അല്ലെങ്കിൽ ഇനി ഗബ്രി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും ഉണ്ടല്ലോ, ജാസ്മിന് ഗബ്രിയോട് ഉണ്ടായിരുന്നത് ഒരു സ്നേഹം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഒരു രീതിക്കാണ് ജാസ്മിൻ്റെ ഒരു പെരുമാറ്റവും വർത്താനവും ഒക്കെ.